2024 ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ഒരു വർഷം. ഈ നിർണായകമായ വർഷമെന്ന് സാധാരണ എല്ലാറ്റിൻ്റെയും മുമ്പിൽ വെക്കുന്ന ഒരു വിശേഷണ പദമല്ല. ഇന്നത്തെ ഇന്ത്യ നിലനിൽക്കണമോ അല്ല ഒരു ഫാസിസ്റ്റ് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമെല്ലാം തകർത്തുകൊണ്ട് അധികാരത്തിൽ നിലനിന്നു പോകണമോ എന്നതാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രീതിയിലുള്ള ഉത്കണ്ഠപ്പെടുത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പോലെ ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ നമുക്കാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്ക് ഇന്ത്യയിൽ ജയിക്കാനാവുന്നില്ല എങ്കിൽ അതുണ്ടാക്കുന്ന അപകടം ഏതെങ്കിലും ഒരു പ്രസംഗ ഭാഷയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാവുന്ന ഒന്നല്ല എന്ന് ഞാൻ ആദ്യം തന്നെ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു ആശയമായിട്ട് പറയുക. ഇവിടെ ലോകം തന്നെ 10-60 രാജ്യങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാൻ പോവുകയാണ്. 10-60 രാജ്യങ്ങളിൽ ആ നടക്കാൻ പോകുന്നതും നടന്നതുമായ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ നമ്മൾ കാണുന്ന ഒരു ചിത്രം തീവ്ര വലതു ശക്തികൾക്ക്, വലതുപക്ഷ ശക്തികൾക്ക് ലോകത്ത് മുൻകൈ നേടാൻ സാധിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത്. ഇത് പറയാൻ ലളിതമായ ഒരു കാര്യമാണ്, തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയുള്ള ഒരു ലോക പശ്ചാത്തലം. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ലോകം ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും നിഷ്ഠൂരമായ, ജനവിരുദ്ധമായ, മനുഷ്യനെ അതേപോലെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരസ്യ പ്രഖ്യാപനം നടത്തിയ ഒരു യുദ്ധമുഖം ഈ ലോകം കാണുകയാണ്. പാലസ്തീനിലെ മുഴുവൻ ജനങ്ങളെയും ചുട്ടുകരിച്ച് ഒന്നുകൊണ്ടല്ലാതെ, ഈ ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പൂർണ്ണമായിട്ടും ജനങ്ങളിൽ നിന്ന് മുക്തമാക്കിയല്ലാതെ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ്. 10,000-കണക്കിന് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. കൃത്യമായ കണക്കൊന്നല്ലെങ്കിലും 10-30,000-ലധികം മനുഷ്യരെ ഇതിനകം തന്നെ കൊന്നിരിക്കുന്നു. ആശുപത്രിയിലുള്ളവർ, ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവർ, അഭയാർത്ഥികളായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, അതിലേറ്റവും കൂടുതൽ കുട്ടികളെയാണ് മൃഗീയമായിട്ട് വേട്ടയാടിയത്. സഹോദരിമാരെയാണ്, അമ്മമാരെയാണ് മൃഗീയമായിട്ട് കൊന്നൊടുക്കിയത്. 10,000-കണക്കിന് ആളുകൾക്കാണ് പരിക്ക് പറ്റിയത്. ചികിത്സിക്കാനുള്ള സാഹചര്യങ്ങളില്ല, പശ്ചാത്തലമില്ല, ഭക്ഷണമില്ല, പട്ടിണി കിടന്ന് മരിക്കുക. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും വെടിനിർത്തണമെന്ന് ലോകം മുഴുവൻ ആവശ്യപ്പെടുമ്പോഴും ഞങ്ങൾ വെടിനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, പാലസ്തീൻ ഇല്ലാതാവണമെന്നാണ്. ഇസ്രയേലിൻ്റെ കടുംപിടുത്തത്തിന് പൂർണ്ണമായ പിന്തുണ വീറ്റോ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ആ സാമ്രാജ്യത്വത്തിൻ്റെ അരികുപറ്റിയാണ് ഇന്ത്യ. അതിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ എടുത്ത എല്ലാ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി പാലസ്തീൻ ജനങ്ങൾക്കെതിരായി ഇസ്രയേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ആരംഭിച്ചത്. ഇതിപ്പോഴേ തുടങ്ങിയതല്ല, നരേന്ദ്രമോദിയുടെ കാലത്ത് മാത്രം തുടങ്ങിയതല്ല, കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ ആരംഭിച്ചതാണ്. നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഇവർക്ക് നയതന്ത്ര ബന്ധം അതിശക്തിയായ രീതിയിൽ ഐക്യപ്പെട്ടു പോകണമെന്ന് അവർ തീരുമാനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ വലതുപക്ഷ തീവ്രവാദ ശക്തികൾക്ക് മുൻകൈയുള്ള ഈ ലോകത്ത് അറബ് മേഖലയിൽ പ്രത്യേകിച്ച് പാലസ്തീനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കാൻ ഈ ഒരു സാഹചര്യത്തിലാണ് സത്യം പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്കാവാത്തത്. എല്ലാവരും പ്രസംഗിക്കുക, പ്രമേയം പാസാക്കുക, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, പ്രകടനം സംഘടിപ്പിക്കുക എന്നൊക്കെ ശരിയാണ്. പക്ഷേ ജനറൽ അസംബ്ലിയിൽ ഉൾപ്പെടെ യുഎൻഒവിൻ്റെ ജനറൽ അസംബ്ലിയിൽ ഉൾപ്പെടെ ശരിയായ ദിശാബോധത്തോടുകൂടി നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചാൽ ആ പ്രമേയത്തെ വീറ്റോ ചെയ്യുന്നതിന് എന്തും സഹിക്കാൻ തയ്യാറുള്ള അമേരിക്ക, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇന്ത്യ, ഇതെല്ലാം ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വലതു തീവ്രപക്ഷ ശക്തികൾക്ക് മുൻകൈയുള്ള ഒരു രാജ്യത്ത് വരാനിടയുള്ള ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ് പാലസ്തീൻ ജനതയും പാലസ്തീൻ രാജ്യവും അഭിമുഖീകരിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൻ്റെയും ഭാഗമായിട്ട് പരിശോധിച്ചാൽ ഇപ്പോഴും അത് കെട്ടടങ്ങിയിട്ടില്ല. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പോരാട്ടം ശക്തിപ്പെട്ടു നിൽക്കുകയാണ്. റഷ്യ എന്ന് പറയുമ്പോൾ പഴയ മനസ്സ് വെച്ചിട്ട് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്ന തെറ്റിദ്ധാരണ വേണ്ട. തികഞ്ഞ മുതലാളിത്ത ഉൽപ്പാദന വിതരണ ഘടന കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യം. അതിന് തന്നെ പഴയകാലത്തെ സാഹോദര്യ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട്, രാജ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഉക്രൈൻ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനവും നടക്കുകയാണ് നാറ്റോ സഖ്യശക്തികൾക്കെതിരാണെന്ന വാദം ഉന്നയിച്ചിട്ട്. ഏത് വാദം ഉന്നയിച്ചാലും ഈ കാലഘട്ടത്തിൽ ലോകത്തെവിടെയായാലും യുദ്ധം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്ത് അത് സാധാരണ ജനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ ശക്തിയായി, ജനാധിപത്യ ശക്തികൾ, മതനിരപേക്ഷ ശക്തികൾ ഈ അപകടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേൽ കടന്നാക്രമണത്തിന്റെ ഭാഗമായി പാലസ്തീൻ ജനങ്ങളുടെ ശരീരത്തിൽ തറക്കുന്ന ഓരോ സെല്ലും, കടന്നാക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓരോ അതിക്രമങ്ങളും എൻ്റെ ശരീരത്തിൽ തറക്കുന്നതാണെന്ന ബോധത്തോടെ ഇന്ത്യൻ ജനതയും കേരളീയ ജനതയും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോഴും ആ യുദ്ധം തുടരുകയാണ്. വലതുപക്ഷ തീവ്രവാദ ശക്തികളുടെ മുൻകൈ എന്താണ് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ്. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും നടക്കാൻ ഉദ്ദേശിക്കുകയില്ല. ഇനി ഇന്ത്യയുടെ വലതുപക്ഷ തീവ്രവാദ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ വളരെ അപകടകരമായ ഒരു ദിശയിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടന രൂപം കൊള്ളുന്നതിന് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നിരവധിയായ പോരാട്ടങ്ങളിലൂടെയാണ്, സമരങ്ങളിലൂടെയാണ് ഈ രാജ്യം മുന്നേറിയത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. 1900-കളുടെ ആദ്യം ഖദർ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ശരിയും തെറ്റുമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കുന്നതിന് സായുധ വിപ്ലവത്തിലൂടെ മുന്നോട്ടേക്ക് പോകണമെന്ന് തീരുമാനിച്ച ഉജ്ജ്വലരായ പോരാളികൾ.
ഞാനാണ് എൻ്റെ ജീവിതമാണ് ഞാൻ ആദ്യം ഈ ഭാരതാംബക്ക് വേണ്ടി സമർപ്പിക്കുക. സ്വാർത്ഥതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറി നിൽക്കാനല്ല, മുന്നോട്ടേക്ക് കുതിക്കാനാണ് അന്നത്തെ യൗവനം. എൻ്റെ ജീവിതമാണ് ഞാൻ ആദ്യം അവസാനിപ്പിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് തൂക്കുമരത്തിൽ കയറാനായാൽ അതിന്റെ അഭിമാന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമായിരിക്കുമെന്ന് 10,000 കണക്കിന് യുവാക്കൾ പറയുകയും അതിന്റെ മുമ്പന്തിയിലേക്ക് എടുത്തുചാടുകയും ചെയ്ത അനുഭവ പാരമ്പര്യമുള്ള ഗദർ പ്രസ്ഥാനം ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പോയിട്ട് ആയുധങ്ങൾ സംഭരിച്ച് ആയുധങ്ങളുമായിട്ട് കപ്പലിൽ കൽക്കത്ത തുറമുഖത്തിലേക്ക് അടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ചാരന്മാർ ആ കപ്പലിലുണ്ടായിരുന്ന വിപ്ലവകാരികളെ മൃഗീയമായിട്ട് കൊന്നൊടുക്കിയത്. ആ കപ്പൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അന്നത്തെ ഒരു അനുഭവത്തിന്റെ പ്രശ്നമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ആയുധങ്ങൾ ശേഖരിച്ചത്. വളരെ തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് വന്ന പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ 1920 25 സജീവമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭഗത് സിംഗിന്റെ പ്രസ്ഥാനം, ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ സ്വന്തം ജീവിതം ബ്രിട്ടീഷുകാരന്റെ എല്ലാ അർത്ഥത്തിലുള്ള ഭരണഭീകരതക്കെതിരായിട്ട് പൊരുതാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ചന്ദ്രശേഖർ ആസാദിന്റെ പ്രസ്ഥാനം, ലോകത്തെവിടെയായാലും ജാലിയൻ വാലാബാഗിന് നേതൃത്വം കൊടുത്ത മേഖല ഞാൻ കൊല്ലും എന്ന് പ്രഖ്യാപിച്ച ധീര ദേശാഭിമാനികളുടെ പ്രസ്ഥാനം, നമുക്കെല്ലാം അറിയുന്നത് പോലെ സായുധ പോരാട്ടത്തിലൂടെ ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ, സമാധാനത്തിന്റെ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ച് വന്ന മഹാത്മാഗാന്ധിയുടെ നിലപാട്, എത്രയെത്ര ശാഖകളിലൂടെയാണ് ദേശീയ പ്രസ്ഥാനം മുന്നോട്ടേക്ക് വന്നത്, എത്രയെത്ര ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങളാണ് അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ടി വന്നത്. ആ സമർപ്പിത ഭൂമിയിലെ ഏറ്റവും ഉജ്ജ്വലമായ പാരമ്പര്യമുള്ള ഒരു നാടാണ് മലപ്പുറം എന്ന് പറയുന്നതിൽ നമുക്കെല്ലാം ആവേശം നൽകുന്ന, ആവേശത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, കർഷക പോരാട്ടങ്ങളുടെയും കർഷക സമരത്തിന്റെയും അതിന്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള നിരവധിയായ സമരങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ, ഇതിന്റെ എല്ലാം പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മണ്ണാണ് ഈ മലപ്പുറം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ നിരവധി കൈവഴിയിലൂടെ വളർന്നു വന്ന് 1947 ആകുമ്പോഴേക്ക് ദേശീയ സ്വാതന്ത്ര്യം നേടുന്ന പശ്ചാത്തലത്തിലേക്ക് ഈ രാജ്യമെത്തി. പക്ഷേ അന്നും നമ്മൾ ആഗ്രഹിച്ചതുപോലെ, ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭൂബന്ധത്തിൽ ഉൾപ്പെടെ മൗലികമായ മാറ്റമുണ്ടായില്ല. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാനായില്ല. ജനാധിപത്യ വിപ്ലവത്തിന്റെ കടമകൾ ലോകത്ത് ഭൂസ്വാസി നിർവഹിച്ചതുപോലെ ഇവിടെ നിർവഹിക്കാനായില്ല. ഇങ്ങനെ ഭൂപ്രഭുത്വത്തിന്റെ തികച്ചും അന്ധവിശ്വാസജടിതമായ, കാണത്തപരമായ മുതലാളിത്ത പൂർവ്വകാലഘട്ടത്തിലെ ജീർണതയുടെ മേലെ കെട്ടിപ്പൊക്കിയ മുതലാളിത്ത സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകത ഏതാണ്? ഇന്ത്യയിലെ കുത്തക മുതലാളിത്തമായിട്ട് വളർന്നു വന്നിരിക്കുന്നു. ലോകത്തിലെ മുതലാളിമാരിൽ എണ്ണപ്പെട്ടവരായിട്ട് അദാനിയും അംബാനിയും എല്ലാം വളർന്നു വന്നിരിക്കുന്നു. ഇന്ന് അതിന് സാധിച്ചത് എങ്ങനെയാണ് എന്നൊന്നും വിശദീകരിക്കാൻ ഞാനിപ്പോൾ പോകുന്നില്ല. ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും കൈയടക്കിയിട്ടാണ്. അത് കൈയടക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മുതലാളിയുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ടല്ല, നമ്മുടെ ബാങ്കിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ബാങ്കിലെ പണം ഉപയോഗിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിന്റെ ഷെയറും പൂർണ്ണമായിട്ട് കൈയടക്കി വാങ്ങിയ കടം തിരിച്ചടച്ചില്ല. 20 ലക്ഷം കോടി രൂപ എഴുതി തള്ളി. ഈ സമ്പത്ത് മുഴുവൻ വാരി കൂട്ടാൻ ഇവർക്കായി. അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുടെ പട്ടികയിലേക്ക് അദാനിയും അംബാനിയും എല്ലാം കടന്നു വരുന്നത്. വെറുതെ വരുന്നതല്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്തത്തിന്റെ ഒരു പ്രത്യേക ദിശാസന്ധി. അതാണ് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന കാര്യം. ഏറ്റവും വലിയ സമ്പന്നന്മാർ 1% കയ്യിലാണ് ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഭൂരിപക്ഷം. ബാക്കി എല്ലാവർക്കും കൂടിയാണ് ബാക്കി വരുന്ന 50%. അതിലൊരു 10% എടുത്താൽ 79%. ഈ രീതിയിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക, ഇതാണ് ലോകത്തിന്റെ മുമ്പിൽ പൊതുവെ കാണുന്ന ഒരു ചിത്രം. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ പിന്നെയുള്ളത് ഇന്ത്യയെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ല, പ്രയാസപ്പെടുകയാണ്, തൊഴിലില്ലായ്മയാണ്, പട്ടിണിയാണ്, നിത്യോപയോഗ സാധനത്തിന്റെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവാത്ത ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ നാടായിട്ട് ലോകത്തിന് മുമ്പിൽ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറുന്ന രാജ്യത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചാണ് ഇവിടെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരുടെ വളർച്ച? ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്താനല്ല. നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള അദാനിയെയും അംബാനിയെയും അതിന്റെ ഒപ്പം നിൽക്കുന്ന കൈവരിലെണ്ണാവുന്ന ആളുകളെയും വളർത്തിയെടുത്തിട്ട് ആ സമ്പത്ത് വസ്തു വളർന്നിരിക്കുന്നു എന്നുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് വളരുന്നത്, അവരെ വളർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാമ്പത്തിക ഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. മുമ്പ് കോൺഗ്രസ് ചെയ്തതും അതാണ്, ഇപ്പോൾ BJP ചെയ്യുന്നതും അത് തന്നെയാണ്. അതിൽ മൗലികമായ വ്യത്യാസങ്ങളില്ല. എന്നാൽ ഇതിൽ മൗലികമായ വ്യത്യാസം കാണാൻ കഴിയുന്നത് എവിടെയാണ്? ഇന്നലെ വരെ ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയെല്ലാം പേര് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ കൊള്ള. അതാണ് കോൺഗ്രസ് ഇതേവരെ ചെയ്തത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ടേക്ക് പോകാനാണ് BJPയും സംഘപരിവാർ വിഭാഗവും അതിന്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന RSSഉം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പരസ്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു എന്താണ് ഞങ്ങളുടെ ഉന്നം. നിരവധിയായ പ്രാവശ്യം 1923 മുതൽ ഏതാണ്ട് വർഷങ്ങൾക്ക് മനസ്സിലാവില്ല, സ്വാതന്ത്ര്യത്തിന് എത്രയോ മുമ്പ്, RSS രൂപം കൊള്ളുന്നതിന് തൊട്ട് മുമ്പ് ഹിന്ദുത്വ അജണ്ട പ്രഖ്യാപിച്ച സവർക്കർ, അതിനുമ്പ് ആ പദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ സ്വപ്നയായി സവർക്കറാണ് യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചത്. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തോ ആണ് എന്നുള്ള തിരിച്ചറിയും വേണ്ട. ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഏർപ്പാടാണ് എന്ന സംശയവും വേണ്ട. ഹിന്ദു മതം വേറെ, ഹിന്ദുത്വ വേറെ. ഹിന്ദു മതം എന്ന് പറയുന്നത് വിവേകാനന്ദന്റെ ഹിന്ദു ദർശനമാണ്, മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടാണ്. അതൊക്കെ മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയിൽ ഊന്നിയ ഹിന്ദു മതം, അതാണ് ദാർശനികനായ ഏറ്റവും പ്രമുഖനായ ലോകം കണ്ട ഹിന്ദു സന്യാസി വരിയിൽ പ്രമുഖനായ വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ചു. സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചിക്കാഗോ പ്രസംഗം മതസമ്മേളനമാണ്. അവിടെ കൃത്യമായിട്ട് വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്.
വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ. അതിൻ്റെ ഐക്യമാണ് അതിൻ്റെ ആത്മാവ്. വൈവിധ്യങ്ങളുടെ ആത്മാവെന്ന് പറയുന്നതിൻ്റെ ഐക്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിവേകാനന്ദൻ്റെ ഹിന്ദു. ആ ഹിന്ദുത്വം എന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ വർഗീയവൽക്കരിച്ചിട്ട് ഹിന്ദുത്വ എന്ന പദം ഉപയോഗിക്കുകയാണ്. ഹിന്ദു അല്ല ഹിന്ദുത്വ. ഹിന്ദു എന്നത് ഞാൻ ഈ പറഞ്ഞ വളരെ വിശാലമായ അർത്ഥത്തിലുള്ള വൈവിധ്യങ്ങളുടെ നാട്ടിലെ ഒരു മതസംവിധാനമാണ്. അത് സംഘടിത മതം പോലുമല്ല. ആ ഹിന്ദു എന്ന മതസജ്ഞയിൽ അതിലൊരു വിഭാഗം, ഹിന്ദു എന്നുള്ളത് അങ്ങനെ തന്നെയല്ല കേട്ടോ, അതിലൊരു വിഭാഗം സംഘടിതരാവുകയും രാഷ്ട്രീയ പ്രക്രിയയിലൂടെ ഭരണ സംവിധാനത്തിലേക്ക്, ഭരണകൂടത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചേരുന്ന പ്രക്രിയക്ക് നൽകുന്ന പേരാണ് വർഗീയത. അപ്പോഴാണ് അത് ഹിന്ദുത്വ എന്ന അർത്ഥം അതിന് നേടാൻ സാധിക്കുന്നത്. ഹിന്ദു വർഗീയമല്ല, ഹിന്ദുത്വ വർഗീയമാണ്. രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തിയുള്ള ഒരു ഏർപ്പാടാണ്. അതിനെ എതിർക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ട് സാധിക്കുക ഹിന്ദുവിന് തന്നെയാണ്, വിശ്വാസിക്കാണ്. ഒരു വിശ്വാസി ഒരിക്കലും ഒരു വർഗീയവാദിയല്ല. വർഗീയവാദിക്ക് ഒരിക്കലും വിശ്വാസം അടിസ്ഥാനപരമായിട്ടില്ല. വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങാൻ. അപ്പോൾ വർഗീയവാദിയും വിശ്വാസിയും തമ്മിലുള്ള കൃത്യമായ വേർതിരിവ് നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് മലപ്പുറത്ത് വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് ഇന്ത്യ. അത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും സിഖും വിവിധ വിഭാഗങ്ങൾ, ഒരു മതത്തിൽ വിശ്വസിക്കാത്തവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കാത്തവർ, ഇവരെല്ലാം ഉൾച്ചേരുന്ന വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ. വിശ്വാസികൾക്ക് വിശ്വാസികളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാനാവണം. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഭാഗമാണ്. അവർക്കത് പ്രചരിപ്പിക്കാനും ആവണം. അതിനുള്ള അവകാശം ജനാധിപത്യപരമാണ്. അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകാൻ, ഇനി എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശം നിലനിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ ജനാധിപത്യ അവകാശത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും അതിലില്ല. ഇക്കാലം അത്രയും വലിയ രീതിയിലുള്ള പ്രചാരവേല നമുക്കെതിരായിട്ടായിരുന്നു. വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ആ നിലപാട് പൂർണ്ണമായി അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ. ഇവിടെ ഞങ്ങൾ ശക്തിയായിട്ട് രാമക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിർത്തത് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി വിശ്വാസത്തിൻ്റെ പേരിൽ വർഗീയത അതിൻ്റെ എല്ലാ തരത്തിലും അതിൻ്റെ പാരമ്യത്തിൽ നയിക്കാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെയും RSSന്റെയും BJPയുടെയും സംഘപരിവാറിൻ്റെയും ശ്രമങ്ങളെയാണ് ഞങ്ങൾ ശക്തിയായി എതിർത്തിട്ടുള്ളത്. ആ എതിർപ്പ് വർഗീയതയോടുള്ള എതിർപ്പാണ്. ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ ലോകത്ത് തന്നെ സാമ്രാജ്യത്വ ശക്തി ഉൾപ്പെടെയുള്ളവരോട് മത്സരിക്കുന്ന വലിയ മുതലാളിമാരുടെ, കുത്തക കുടുംബങ്ങളുടെ, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് നിങ്ങളുടെ ഉന്നം. അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് സവർണ്ണ മേധാവികൾ. ഏകാധിപത്യ പ്രവണതയോടുകൂടി ആ കാര്യം കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുത്വ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിനെ എതിർത്ത് തോൽപ്പിക്കാതെ ഈ രാജ്യത്തെ നിലനിർത്താനാവില്ല. പാർലമെന്ററി വ്യവസ്ഥ ഈ രീതിയിൽ തുടരാൻ പറ്റില്ല എന്നാണ് BJP, RSS. ഈ ഭരണഘടന വേണ്ട. ഈ ഭരണഘടനയ്ക്ക് പകരം ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനുസ്മൃതിയാണ് അടിസ്ഥാനപ്പെടുത്തി ഭരണഘടന രൂപീകരിക്കേണ്ടതെന്ന്. മനുസ്മൃതിയുടെ അടിസ്ഥാനം ചാതുർവർണ്ണ വ്യവസ്ഥയുടെ നിലനിൽപ്പാണ്, വളർച്ചയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെല്ലാം മാറ്റി, മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും സമത്വവും എല്ലാം മാറ്റി, ജനങ്ങളെ കടന്നാക്രമിക്കാൻ സാധിക്കുന്ന പഴയകാല നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഇത് 4 വർണ്ണങ്ങൾ. അതിന്റെ പുറമെയുള്ള മുഴുവൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർക്ക് വർണ്ണില്ല. അവർണ്ണർ, ചണ്ടാളർ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, അവരൊന്നും ഹിന്ദുവിന്റെ ഭാഗമായിട്ട് ഇവരാരും ഇടുന്നില്ല. ഈ 10-15% വരുന്ന സവർണറിൽ തന്നെ അതിന്റെ സാമ്പത്തിക ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കോർപ്പറേറ്റുകളാണ്. ഇതിന്റെ പേര് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവർണ്ണ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം പാവപ്പെട്ടവരുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുമ്പോൾ ദരിദ്രർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും സിഖുവൊന്നും വ്യത്യാസമില്ല. ഇവരാണ് ദുരന്തം തിന്നുന്നവർ. ആ ദുരന്തത്തിനെതിരായിട്ടുള്ള പോരാട്ടവും സമരവും വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മരുന്ന് വർഗീയതയാണെന്ന് മനസ്സിലാക്കി വർഗീയ ചൊവ്വയോടുകൂടി, വർഗീയ നിലപാടോടുകൂടി ജനങ്ങളെ ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ തകർക്കാതെ ഈ രാജ്യം നിലനിൽക്കാനാവില്ല. രാജ്യത്തെ ജനാധിപത്യ സംവിധാനവും മതനിരപേക്ഷതയും നിലനിൽക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ഗോൾവാൾക്കറാണ് RSSന്റെ പ്രത്യശാസ്ത്രക്കാരൻ. ഗോൾവാൾക്കർ പ്രത്യശാസ്ത്രക്കാരനായിട്ട് നിൽക്കുമ്പോൾ എന്താണ് അവരുടെ ഉള്ളിരിപ്പ് എന്ന് ജർമ്മനിയെ ഉദാഹരിച്ചുകൊണ്ട് വിചാരധാര എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വംശശുദ്ധിക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള വീണ്ടെടുപ്പ്, വംശശുദ്ധിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തനം. 60 ലക്ഷം മനുഷ്യരെയാണ് ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നത്. 60 ലക്ഷം. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗോൾവാൾക്കർ പറയുന്നത് അത് വംശശുദ്ധിക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഉടനെ കടന്ന് ഇന്ത്യയിലേക്ക് വന്ന് പറയുകയാണ്, ഇന്ത്യയിലും വംശശുദ്ധി വേണം. ഇന്ത്യയിലെ വംശശുദ്ധിക്ക് എതിരായി നിൽക്കുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആഭ്യന്തര ശത്രുക്കൾ ആരൊക്കെയാണ്? ആഭ്യന്തര ശത്രുക്കളെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് 1 മുസ്ലിം, 2 മിഷണറി, 3 മാർക്സിസ്റ്റ്. ഇതാണ് ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ. ഞാനിത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാം ഒരു പ്രസംഗം കേൾക്കുന്നവരെ കേൾക്കുകയാണ്. അങ്ങനെയല്ലേ? ഒരുപാട് പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് കേൾക്കുകയാണ്. എന്നാൽ അതിന്റെ അപകടം എത്രത്തോളാണ് എനിക്കും നിങ്ങൾക്കും ബാധകമാകുന്നത് എന്ന് ഒരു ഉൾക്കടലത്തോടു കൂടി മാത്രമേ കേൾക്കാനാവൂ. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ 3 സാർവദേശീയ മതം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി. ഈ കേരളത്തിലെ
ജനസംഖ്യാ അനുപാതത്തെ ഈ അനുപാതം അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിന്യസിപ്പിക്കപ്പെട്ട ഒരു ജനത ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയുമില്ല. മതനിരപേക്ഷതയെ പറ്റിയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും എല്ലാം പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും അപകടകരമായ ഒരു കാര്യം RSSും BJPയും സംഘപരിവാരും വർഗീയവാദികളും ഈ കേരളത്തെ കാണുന്നത് എങ്ങനെയാണ് എന്ന നല്ല ധാരണ നമുക്ക് വേണം. നേരത്തെ പറഞ്ഞ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഈ റേഷ്യോയിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു രാജ്യവും ഒരു പ്രദേശവും കേരളത്തെ പോലെ ലോകത്തെവിടെയുമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഗൗരവപൂർവ്വം കണ്ടാൽ മനസ്സിലാവും. ഇന്ത്യയിൽ ഗോൾവാൾക്കർ പറയുന്ന ആഭ്യന്തര ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന നാടേതാണ്. RSSും സംഘപരിവാര വിഭാഗങ്ങളും പറയുന്ന ആഭ്യന്തര ശത്രുക്കൾ എന്ന് അവർ കൃത്യമായിട്ട് നിർവചിച്ച ഈ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിന്യസിപ്പിക്കപ്പെട്ട നാടേതാണ്. ഏതാ അത് മനസ്സിൽ വന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ അപകടം മനസ്സിലാവില്ല. അത് ഈ കേരളമാണ്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. RSSും BJPയും എന്നെല്ലാം ശ്രമിച്ചാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും വട്ടപൂജ്യത്തിന്റെ അപ്പുറം കടക്കാൻ BJPക്കാവില്ല ഈ കേരളത്തിൽ എന്നുള്ളതിന്റെ ഗ്യാരണ്ടി. ഈ ആഭ്യന്തര ശത്രുവിനെ വിന്യസിപ്പിച്ച് അതാണ് ഉന്മൂലനം ചെയ്യേണ്ടുന്ന വിഭാഗമെന്ന് പരസ്യമായിട്ട് ലോകത്തോട് പറയാൻ തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ടായി. ആ പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. മതനിരപേക്ഷതയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിത്തൊട്ടിലാണ് ഈ കേരളം എന്ന കാര്യം മറക്കണ്ട. എല്ലാ തരത്തിലുള്ള ആഭ്യന്തര ശത്രുവിന്റെയും ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്ന ഈ കേരളം തന്നെ. അപ്പൊ എന്ത് വില കൊടുത്തും കേരളത്തെ തകർക്കുക, അത് സാമ്പത്തികമാവാം, രാഷ്ട്രീയമാവാം, ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണകൂട ശക്തികളാകെ ആയുധവൽക്കരിച്ചിട്ടാവാം. ഞാനിപ്പോൾ അതേ പറയുന്നു. ഭരണകൂട ശക്തികളാകെ ആയുധവൽക്കരിക്കുക, അതാണ് ഫാസിസത്തിന്റെ രൂപം. അതെല്ലാം സർവ്വതല തരത്തിൽ ആയുധം അതിന്റെ ഭാഗമായിട്ടാവാം. ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാതെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി കേരളത്തിൽ മുന്നോട്ടേക്ക് പോകാനാവില്ല. ഈ ചരിത്രപരമായ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിന് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. ഈ വരാൻ പോകുന്ന 2024 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് BJPയെ പൂർണ്ണമായിട്ട് തോൽപ്പിക്കാൻ നമുക്കാവണം, ഇന്ത്യക്കാവണം. ആ ഇന്ത്യക്ക് നമുക്ക് വല്ലാതെ സ്വാധീനവും അതിന്റെ മേലെ ചെലുത്താൻ കഴിയുമെന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്. ഒരു സംശയവും വേണ്ട. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ, നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള നിലപാടുകൾ വളരെ പ്രധാനമാണ്. നിങ്ങൾക്കറിയാലോ, രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ പ്രശ്നം വന്നപ്പോ ആരൊക്കെ ക്ഷണിക്കുന്നു എന്ന കാര്യം പൂർണ്ണമായിട്ട് പുറത്തുവിടാതെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ ക്ഷണിച്ചു കഴിഞ്ഞു. ആ ക്ഷണം അവർ മിക്കവാറും സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന് ശേഷമാണ് സഖാവ് യെച്ചൂരിയെ കാണാൻ അവർ പോകുന്നത് CC ഓഫീസിലേക്ക്. CPIMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരിയെ ക്ഷണിക്കാൻ പോവുകയാണ്. ക്ഷണക്കത്തുമായിട്ട് അവരെ സമീപിച്ചപ്പോൾ അവരോട് ഇരിക്കാൻ പറഞ്ഞു. ചായ പറഞ്ഞപ്പോൾ വേണ്ട പറഞ്ഞു. എന്നിട്ട് കത്ത് വായിച്ചിട്ട് സഖാവ് യെച്ചൂരി അപ്പോൾ തന്നെ പറഞ്ഞു, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടുമായിട്ട് ബന്ധപ്പെട്ട കത്തല്ല. ശ്രീരാമക്ഷേത്ര നിർമ്മാണവും അതിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഇനിയും അടുത്ത 2025 മാത്രം പൂർത്തിയാവുന്ന ഒരു ക്ഷേത്രം 2024 നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് രാഷ്ട്രീയ ആയുധമായി വർഗീയ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി നിങ്ങൾ അതിനെ മാറ്റാനാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന രീതിയിൽ എനിക്കാവില്ല എന്ന് അർത്ഥശങ്കക്കടിയല്ലാതെ വന്നവരോട് തന്നെ പറഞ്ഞു. പത്രക്കാരുണ്ടായിരുന്നു, അവരപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ്. ആ നിലപാട് വെച്ചുകൊണ്ട് ഇന്ത്യ ചർച്ച ചെയ്തു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവെ അത് തന്നെ അംഗീകരിച്ചു. ഇത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള BJP അജണ്ടയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ല. പക്ഷെ നല്ല ചർച്ച വന്നപ്പോൾ കോൺഗ്രസിന് ആ നിലപാടിൽ നിന്ന് മാറേണ്ടി വന്നു. അവർ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നവർ പറഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഇനിയിപ്പോ ഹിന്ദി സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്ന് ഒറ്റ സംസ്ഥാന ഗവൺമെന്റേ ഉള്ളൂ. നാളെ മറ്റന്നാൾ അവസാനിക്കാൻ പോവാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഏതാ ഒറ്റ സംസ്ഥാനം നിലവിലുള്ളൂ. 4 MP അവിടെ ഉള്ളതാണ്. 4 MP തെരഞ്ഞെടുക്കുന്ന ഒരു സംസ്ഥാനമുണ്ട് ഹിന്ദി മേഖലയിൽ. ഇപ്പോഴും അവിടെ 40 ആളുകൾക്ക് അവരോടൊപ്പം തന്നെ നിർത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ നിർത്തിയില്ല. അവരെല്ലാം പിരിഞ്ഞു പോയി ഓരോരുത്തരായിട്ട്. എന്നിട്ട് BJPയെ ജയിപ്പിച്ചു. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത് BJPയെ ജയിപ്പിച്ച ഒരു സംസ്ഥാനമുണ്ട് ഈ ഇന്ത്യയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ. ഏതാ ആ സംസ്ഥാനം? ഹിമാചൽ പ്രദേശാണ്. ആ ഹിമാചൽ പ്രദേശിൽ അതിന്റെ മുഖ്യമന്ത്രി സുഖു പറഞ്ഞു, എനിക്ക് ക്ഷണം തന്നാലും ഇല്ലെങ്കിലും ഞാൻ പങ്കെടുക്കും. അവിടെ മന്ത്രിമാരുൾപ്പെടെ പോയി പങ്കെടുത്തു. കർണാടകത്തിൽ പോയി മന്ത്രിമാരുൾപ്പെടെ MLA അവിടെയും ആഘോഷിച്ചു. UP യിൽ നിന്ന് പോയി 100 പേരടങ്ങുന്ന ഒരു ഡെലിഗേഷൻ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് നേതൃത്വം മുഴുവൻ ഉദ്ഘാടന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അയോധ്യയിലെത്തി. കോൺഗ്രസ് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പരിണത ഫലം എന്താ? കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് മൃദു ഹിന്ദുത്വ നിലപാടാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഫലപ്രദമായി നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്കാവുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം അഭിമുഖീകരിച്ചത്. കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കും, കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്നവർ വേറൊരു തീരുമാനമെടുക്കും. വർഗീയതയുടെ പ്രശ്നം വരുമ്പോൾ മൃദു ഹിന്ദുത്വ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകും. ഇതാണ് ഇന്ത്യ കണ്ട ചിത്രം. നിങ്ങൾക്ക് മതനിരപേക്ഷ ഉള്ളടക്കത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJPക്കെതിരായിട്ട് ദാർശനികമായ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ത്യ അടിസ്ഥാനത്തിൽ പോലും സാധിക്കുന്നില്ല. കേരളത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയുക വേണ്ട. അതുകൊണ്ട് ഈ അപകടത്തെ ഫലപ്രദമായിട്ട് നമുക്ക് പ്രതിരോധിക്കണം. എല്ലാ കൈവഴികളും എത്തിച്ചേരുന്നത് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് പൗരത്വ ഭേദഗതി നിയമം. അതാണ് ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടി ചില സംസ്ഥാനങ്ങളും കേന്ദ്രവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിസ്ഥിതി സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ്. ഇന്ത്യയുടെ പേരുമാറ്റം സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും വ്യത്യസ്തങ്ങളായ പേരുള്ള EDയും അതുപോലെ CBI അതുപോലെ തന്നെ വ്യത്യസ്ത പേരുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ എല്ലാം നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു അർദ്ധ സൈനിക വിഭാഗമായ RSSന്റെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ എല്ലാം ഭാഗം. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുത്വ അജണ്ടയിലേക്ക് തന്നെയാണ്. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കെട്ടിപ്പൊക്കി ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമായിട്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടില്ല. പറഞ്ഞതെന്താ? 1000 സംവത്സരത്തിലേക്ക് ഇനി ഇന്ത്യ
ഒരു രാമരാജ്യമായിരിക്കുമെന്നാണ്. എന്തേ മാറ്റെടുത്തുള്ളൂ? രാമരാജ്യമായിരിക്കും എന്നുള്ളത് മാറ്റി ഹിന്ദുത്വ രാജ്യമാക്കുമെന്ന് പരസ്യ പ്രഖ്യാപനമാണ് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. 1000 സംവത്സരത്തിലേക്ക് ഇനി ഇന്ത്യ ഒരു രാമരാജ്യമായിരിക്കുമെന്നാണ്. എല്ലാറ്റിന്റെയും കേന്ദ്രം രാമനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ അജണ്ടയിലേക്ക്, ഹിന്ദുത്വ രാജ്യത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപനത്തിലേക്കാണ് നടക്കുന്നത്. അതിന് പ്രഖ്യാപിക്കാനില്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ നമുക്ക് ബിജെപിയെ തോൽപ്പിക്കാനായില്ല എങ്കിൽ ഹിന്ദുത്വ രാജ്യത്തിന്റെ രാമരാജ്യം എന്ന പ്രഖ്യാപനത്തിന് പകരം ഹിന്ദുത്വ എന്ന പേര് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി സന്യാസി വിഭാഗങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട്. അവർ അതിന്റെ കരട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് ഒരു ഹിന്ദു രാജ്യമായിരിക്കുമെന്നാണ്. എന്നാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെല്ലാം താമസിക്കാൻ അവകാശം ഉണ്ടാവും. ഏറ്റവും അവസാനം പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാവുള്ളൂ എന്നാണ്. ഏത് ഹിന്ദുവാ? പട്ടികജാതിക്കാരനും പട്ടികവർഗ്ഗക്കാരനും പിന്നോക്കക്കാരനും ഒഇസിക്കാരനും ഒബിസിക്കാരനും ഉൾക്കൊള്ളുന്ന 85% വരുന്ന ഹിന്ദു വിഭാഗത്തിന് ഈ ഹിന്ദുത്വത്തിന്റെ ഭാഗമായി നിൽക്കാനാവോ? അവർ അംഗീകരിക്കോ? 15%. അതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻകിട പുസ്തക മുതലാളിമാർ, ഭൂപ്രഭുക്കന്മാർ, സാമ്രാജ്യ ഏജൻസികൾ, ഇവരല്ലാതെ സാധാരണക്കാരായ ഒരു മനുഷ്യരെയും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ഈ 15%ത്തിന്റെ പേരും പറഞ്ഞിട്ട് അവരുടെ രാജ്യം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി വോട്ടവകാശം ഹിന്ദുക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടന ചാതുർവർണ്ണ വ്യവസ്ഥ, മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണഘടന. ആ തലത്തിലേക്ക് കേരളത്തെ ഇന്ത്യയെ മാറ്റിയാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയില്ല, മതനിരപേക്ഷ ഇന്ത്യയില്ല, ജനാധിപത്യ ഇന്ത്യയില്ല, ഫെഡറൽ ഇന്ത്യയില്ല, സമത്വത്തിന്റെ മുദ്രാവാക്യം പോലുമില്ല. എല്ലാം അവസാനിപ്പിച്ച് ഹിന്ദുത്വ അജണ്ട വെച്ച് വർഗീയതയിലേക്ക് നീങ്ങുന്ന ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കുക. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഇതിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനാവോ? കോൺഗ്രസ്സുകാർ ആദ്യം വിചാരിച്ചത് ഞങ്ങൾക്ക് ഇതൊക്കെ ആവുന്നതാണ്. എവിടെയാവാനാ? കർണാടകത്തിൽ ജയിച്ചപ്പോ, അതുപോലെ തന്നെ തൊട്ടടുത്ത് ഉള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോ അവർ വിചാരിച്ചു നമ്മളിതെല്ലാം ജയിക്കാൻ പോവാണ്. അതുകൊണ്ട് ഹിമാചലത്തിലെ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ, രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ ആരെയും കൂട്ടേണ്ടതില്ല, തികഞ്ഞ വർഗീയ നിലപാട് വെച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് മധ്യപ്രദേശ് ഉൾപ്പെടെ തീരുമാനിച്ചു. കമൽനാഥ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തോറ്റു തുന്നം പാടി, ഉള്ള ഭരണവും പോയി. ഈ 3 സംസ്ഥാനത്തിന് മുമ്പ് ആദ്യം കോൺഗ്രസ് ജയിച്ചതായിരുന്നു. ഒരു ഘട്ടത്തിൽ മധ്യപ്രദേശ് പോയി, പിന്നെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് 2 പോയി 3 പോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിലുള്ള ഒരേ ഒരു സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആ ഹിമാചൽ പ്രദേശിലാണ് 6 കോൺഗ്രസ്സുകാരുമായി 3 സ്വതന്ത്രമാരുമായി ഇനി കാലുമാറ്റത്തിന് മാത്രമല്ല പുതിയ പാർട്ടി തന്നെ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഉണ്ടാക്കാൻ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. ഗവൺമെന്റ് നിലനിൽക്കില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളതോട് ഞാൻ പറയില്ല, നിലനിൽക്കില്ല. അപ്പോൾ ഒരേ ഒരു ഹിന്ദി രാജ്യത്തെ ഹിന്ദി സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനം അതും പോയി. പിന്നെ എവിടെയാ? കേരളത്തിൽ കോൺഗ്രസ് പ്രബലമായ കരുത്താണോ? മുസ്ലിം ലീഗും കൂടി ഇല്ലാതെ UDF-നെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും കോൺഗ്രസിന്റെ കരുത്ത്? തമിഴ്നാട്ടിൽ എന്താണ് കോൺഗ്രസ്? DMK-യുടെ ഒപ്പമല്ലേ? DMK ഇല്ലാതെ കോൺഗ്രസിനെ പറ്റി ആലോചിച്ച് നോക്ക്. പിന്നെ ഒഡീഷ നോക്കിയാൽ നമുക്കറിയാം, ഒഡീഷയിൽ പ്രധാനമായി കോൺഗ്രസ് ഇല്ല, ബംഗാളിൽ കോൺഗ്രസ് ഇല്ല, ആസാമിൽ കോൺഗ്രസ് ഇല്ല, ആ തല ഒന്നുമില്ല. ഹിന്ദി മേഖല ഒട്ടുമില്ല, മഹാരാഷ്ട്രയില്ല, ഗുജറാത്തില്ല, ബീഹാറില്ല. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒറ്റക്കെടുത്താൽ കോൺഗ്രസ് പ്രബല ശക്തിയല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോഡി ഭയം കൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ 18 സീറ്റ് 19 സീറ്റ് അവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനം എന്താ? BJP അധികാരത്തിൽ വരുന്നതിനെ പ്രതിരോധിക്കാൻ ഇവിടെ തന്നെ മത്സരിക്കുന്നതാണ്. വയനാട്ടിൽ മത്സരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വിദൂര സാധ്യത അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഇനി പ്രധാനമന്ത്രിയും ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു തൂക്ക് പാർലമെന്റ് വന്നാൽ ആ പാർലമെന്റിൽ കിട്ടുന്ന സീറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനെങ്കിലും വേണ്ട ഒരു വിളി കിട്ടാൻ സാധ്യതയുള്ളത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം, ന്യൂനപക്ഷ വിഭാഗം ഈ കോൺഗ്രസിന് അനുകൂലമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത്. ഇന്ന് ഈ കേരളത്തിലെ ഒരു മനുഷ്യനും ഈ കോൺഗ്രസിനെ ഇന്ത്യയിൽ ഗവൺമെന്റ് രൂപീകരിക്കാനോ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ ക്ഷണിക്കാനോ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് ഒരു മനുഷ്യനും ഈ കേരളത്തിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാനായാലേ ഇടതുപക്ഷ നിലപാടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മർമ്മപ്രധാനമായ തലങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമായി നമുക്ക് മുന്നോട്ടേക്ക് പോകാനും പാർലമെന്റിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കാനും സാധിക്കണമെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം വേണം. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പരമാവധി എംപിമാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തിരഞ്ഞെടുത്ത് അയക്കാൻ നമുക്ക് ആവണം. അതിനുവേണ്ടിയുള്ള ഫലപ്രദമായ മുന്നേറ്റമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ശത്രു. അവർ പരസ്യമായിട്ട് പറഞ്ഞു BJP അല്ല കേരളത്തിൽ ഞങ്ങളുടെ ശത്രു, CPM ആണ്. BJP പറഞ്ഞു കോൺഗ്രസ് അല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു, CPM ആണ്. കോൺഗ്രസിന്റെയും BJP-യുടെയും ഒന്നാം നമ്പർ ശത്രു CPM ആയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ ജയിച്ചു മുന്നേറണമെന്ന് പറയുമ്പോൾ RSS-ഉം BJP-യും മറുഭാഗത്ത് കോൺഗ്രസും UDF ഉൾപ്പെടെ ചേരുന്ന ഒരു അന്തർധാര ഈ കേരള രാഷ്ട്രീയത്തിൽ രൂപം കൊള്ളുമെന്നതിന് ഒരു പ്രത്യേക തെളിവും ആവശ്യമില്ല. അവർ തന്നെ പ്രഖ്യാപനങ്ങളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. ഈ രണ്ട് ശക്തികളും ഒന്നിച്ചു ചേർന്ന് അവിടെ ചില സ്ഥാനാർത്ഥികളൊക്കെ നിർണ്ണയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം അതാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെ BJP-ക്കാർ ആർക്കും തന്നെ അറിയില്ല. ഒരു സ്ത്രീയെ അവിടെ പാർലമെന്റ് മെമ്പറായിട്ട് മത്സരത്തിന് വേണ്ടി ഇറക്കിയിരിക്കുകയാണ്. സ്ത്രീ നടക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ ആർക്കും അറിയാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന് പറഞ്ഞതിന്റെ എന്താ? അവിടെ കോൺഗ്രസുമായിട്ടുള്ള അന്തർധാര ഇപ്പോഴത്തെ വ്യക്തല്ലേ. ഞാനതിന് മറ്റു വിശദീകരണത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഗൗരവപൂർവ്വം കാണേണ്ട പ്രശ്നമാണ്. നമ്മളെല്ലാം വോട്ടെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഈ വോട്ട് കിട്ടിയ ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കും എന്ന് മാത്രം വിചാരിച്ചാൽ ജയിക്കില്ല. കാരണം RSS-ഉം BJP-യും കോൺഗ്രസും UDF-ഉം അതിൽ ലീഗ് ഉൾപ്പെടെ പഴയ കോലി സഖ്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അന്തർധാരയും നല്ലതുപോലെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ മലപ്പുറം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ എന്ന കാര്യം സഖാക്കൾ നല്ലതുപോലെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. മലപ്പുറം ഭാര്യകാലം മാറിയൊന്നുമല്ല. പണ്ട് മഞ്ചേരിയായിരുന്നു, ഇപ്പോൾ മലപ്പുറം പേര് മാറിയെന്ന് മാത്രമേ ചില മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. വസീഫ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് മുസ്ലിം ലീഗുകാർക്ക് ഉൾപ്പെടെ ഒരു ചങ്കിടി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട TK ഹംസ. 2004
20 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ മഞ്ചേരി എന്ന് പറയുന്ന മലപ്പുറം ഉൾക്കൊണ്ട ആ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന ടി കെ ഹംസയുടെ പാരമ്പര്യം ഈ മലപ്പുറം മണ്ഡലത്തിന്റെ ശരിയായ അവകാശിയായി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് സഖാവ് പി വസീഫിനെ തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാനപരമായ പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. സഖാവ് എം എസ് പറയുന്നത് പോലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടും കൂട്ടിയാൽ 4 അല്ല. നിങ്ങൾ കണക്കൂട്ടിയാൽ നമ്മൾ ജയിക്കില്ല. ഞാനിപ്പോൾ തന്നെ പറയാം, എല്ലാം കണക്ക് കൂടി അസംബ്ലി തെരഞ്ഞെടുപ്പ് കണക്ക് പാർലമെന്റ് കണക്ക് എല്ലാം കൂടി കിഴിച്ച് നോക്കിയാൽ ചിലപ്പോൾ വസീഫ് ജയിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത് രണ്ടും കൂട്ടിയാൽ രാഷ്ട്രീയത്തിൽ 4 അല്ല, ചിലപ്പോൾ 3 ആവുള്ളൂ, ചിലപ്പോൾ 5 ആവും. ഇവിടെ 5 ആവുക ചെയ്യുക. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനാവുന്ന ഒരു മണ്ഡലമായിട്ട് മലപ്പുറത്തെ രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നമുക്കിവിടെ നടത്താനുള്ളത്, നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. വളരെ ഫലപ്രദമായിട്ട് ആ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയാൽ രാഷ്ട്രീയ പാർട്ടിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമല്ല, ജനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കണം. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തെ പ്രശ്നം മനസ്സിലാക്കണം. കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് പോയി ഈ രാജ്യത്തെ രക്ഷിക്കാനാവില്ല എന്ന് സാമാന്യ ധാരണയുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരേപോലെ ചിന്തിക്കാനാവുന്ന ആളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലമെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഈ മണ്ഡലത്തിൽ നമുക്ക് ജയിക്കാനാവുന്ന കാര്യത്തിൽ സംശയമില്ല. പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു, ആരാണ് CPIM-ന്റെ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ കൃത്യമായിട്ട് ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എത്ര സീറ്റ് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞു 20 സീറ്റും ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഈ കേരളത്തിന്റെ ഇന്ത്യയുടെ ആവശ്യം. എല്ലാ മണ്ഡലവും ജയിക്കുമെന്ന് പറഞ്ഞാൽ മലപ്പുറം ജയിക്കണല്ലോ, ഇതിനൊപ്പം തന്നെയുള്ള പൊന്നാനി ജയിക്കണല്ലോ. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഭാര്യകാറ മല പോലെ കണ്ടിരുന്ന ഈ മലപ്പുറം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായി മലപ്പുറം ജില്ല മാറിയിട്ടുണ്ട് എന്ന രാഷ്ട്രീയ ചിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ആവണം. ഒരു സംശയവും വേണ്ട, നല്ല മാറ്റം രൂപപ്പെട്ട് വരുന്നുണ്ട്. വസീഫിനോട് ഞാൻ ചോദിച്ചു, എന്താണ് പൊതുവെ താഴെയുള്ള നമ്മുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നിങ്ങളോടും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടുള്ള സമീപനം നല്ല സമീപനമാണെന്നാണ്. ക്രിയാത്മകമായ രീതിയിലുള്ള പെരുമാറ്റമാണ്. യുവതിയുവാക്കൾ സജീവമായിട്ട് രംഗത്ത് വരികയാണ്. കാരണം ഈ കേരളത്തെ ഒരു ശത്രു സൈന്യത്തെ പോലെ, ശത്രു രാജ്യത്തെ പോലെ ഈ കേന്ദ്ര ഗവൺമെന്റ് കാണുകയാണ്. നമുക്കിവിടെ ഒരു കാര്യവും നടത്താൻ അനുവദിക്കില്ല. ഈ നാടിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിർവഹിക്കാൻ അനുവദിക്കില്ല. ലോകത്ത് ഇതുപോലൊരു പ്രതിപക്ഷമില്ല. ക്രിയാത്മകമായിട്ട് മാത്രമേ ഏത് പ്രതിപക്ഷവും സായുധ സമരം നടക്കുന്ന സ്ഥലം കുറിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാം അവരെടുക്കുന്ന നിലപാട് സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ക്രിയാത്മകമായിരിക്കും. പക്ഷേ കഴിഞ്ഞ 1ാം ടേം കഴിഞ്ഞ് 2ാം ടേമിലേക്ക് പിണറായി വിജയൻ കടന്നു വന്ന കാലുകുത്തി ആ നിമിഷം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ തീരുമാനിച്ചു, ഉഷാ പാർട്ടികൾ തീരുമാനിച്ചു, ഒരു വികസന പ്രവർത്തനവും എനിക്ക് കേരളത്തിൽ നടത്താൻ പാടില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. രാഷ്ട്രീയമായിട്ട് തീരുമാനിച്ച് വികസന പ്രവർത്തനത്തിനെതിരായിട്ട് നിൽക്കുന്ന നിലപാടാണ്. ഗുണം കിട്ടുന്ന ഓരോ അവസരവും അവർ ഉപയോഗിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ വന്യജീവി സംഘർഷം. വന്യജീവി സംഘർഷം ഉണ്ടാകുന്നുണ്ടെന്നത് ശരിയാണ്. ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് താഴെ മുതൽ മേലെ വരെ വളരെ ഫലപ്രദമായ ഒരു പ്രവർത്തന രീതി അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ വളരെ വ്യക്തമായിട്ട് പറയാണ്, ശവം റാഞ്ചി എടുക്കുക, മോർച്ചറിയിൽ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വെച്ച മേശയിൽ നിന്ന് വളരെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുത്ത് ശവം വലിച്ചെറച്ചു കൊണ്ടുപോവുക. ഇന്ന് മാതൃഭൂമി മോപ്രസം എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മളെല്ലാം കുത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, ശവശരീരത്തോട് അനാദരവ് കാണിക്കരുത്. പോസ്റ്റ്മോർട്ടത്തിന് ടേബിൾ കിടത്തിയിട്ടുള്ള ശവശരീരം വലിച്ചെടുച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ, അത് രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇതേപോലെ തന്നെ ഒരു കൊലപാതകം നടന്നത്. അവിടെ ശവം ഉണ്ടായി കഴിച്ചില്ലല്ലോ. തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മേഖലയിൽ 2 സ്ത്രീകളെയാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ച കൊന്നത് വന്യജീവികൾ. അവിടെ ആരും ശവം കൊണ്ട് കഴിച്ചില്ലല്ലോ. നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണണം, മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന വന്യജീവി സംഘർഷം മലയോരങ്ങളിലുണ്ട്. അതിനെന്താ വഴി? ആന ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, അതുപോലെ തന്നെ കരടി ഇറങ്ങുന്നു, പന്നിയാണെങ്കിൽ സുലഭം. എന്തേ വഴി എന്ന കാര്യത്തിന് കേന്ദ്ര ഗവൺമെന്റാണ് മൗലികമായ മാറ്റം വരുത്തേണ്ടത്. ഒന്ന് ഈ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സൗകര്യം പൂർണ്ണമായിട്ട് തടയണം. അതിന് വലിയ പണം വേണം. 700 കോടി ഉൾപ്പെടെ പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ട് അന്വേഷിക്കുന്നില്ല. വനം വന്യജീവി വിഭാഗം മുഴുവൻ കേന്ദ്രത്തിന്റെ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കൊന്നും മാറ്റാനാവില്ല. ഒരു റോഡിന് അനുവാദം പോലും കൊടുക്കാൻ സാധിക്കില്ല. കേന്ദ്ര അനുവാദത്തോടുകൂടിയാണ് മുഴുവൻ കാര്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യേണ്ടുന്ന ഈ സംസ്ഥാനത്ത് വന്യജീവി സംഘർഷമുള്ള മേഖലയിൽ ക്ഷുദ്രജീവികളായിട്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ മൃഗങ്ങളുണ്ട്. അതിനെ വെടിവെച്ച് കൊല്ലാൻ ഉൾപ്പെടെയുള്ള അനുവാദം കൊടുത്തുകൊണ്ട് മാത്രമേ ഈ സംഘർഷത്തിന് ഒരു ഇളവ് വരുത്താനാവുള്ളൂ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് നിലപാട് കൊണ്ട് അത് സാധിക്കുന്നില്ല. പന്നിയെ തന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എത്രയാ പ്രശ്നങ്ങൾ. പിന്നെ ഈ പറയുന്ന ക്ഷുദ്രജീവികളായ എല്ലാ ജീവികളെയുമല്ല, അതിൽ മനുഷ്യരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജീവികളെ കൊല്ലുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. എല്ലാ അർത്ഥത്തിലും ഈ ഗവൺമെന്റിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഓരോ ദിവസവും മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും കാത്തിരിക്കുകയാണ്. എല്ലാ അസംബന്ധങ്ങളും അവതരിപ്പിച്ച്, എല്ലാ തെറ്റായ രീതികളും അവതരിപ്പിച്ച് കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഗവൺമെന്റിനെ അപഹസിക്കുക, മുഖ്യമന്ത്രിയെ അപഹസിക്കുക, അതിന് അവർക്കാവുന്ന എല്ലാ പണിയും നടത്തുക. ഇത് മുമ്പ് നടത്തുന്നതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 8ഓളം കേന്ദ്ര ഏജൻസികളെ പൂർണ്ണമായിട്ട് സ്വർണ്ണക്കടത്തിന്റെ പേരും പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ, ശ്രീധരൻപിള്ള എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളല്ലോ, BJP. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ മാധ്യമങ്ങളും അതുപോലെ ഈ പാർട്ടികളെല്ലാം കൂടി എന്തെല്ലാം പറഞ്ഞാലും ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യമുണ്ട്. അതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ കേന്ദ്ര ഏജൻസികളും ഈ മാധ്യമങ്ങളും എല്ലാം അതിശക്തിയായിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും പിണറായി വിജയനെയും എതിർത്തുവെങ്കിലും 99 സീറ്റ് കിട്ടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഈ ബോധ്യമാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മലയാള വാരികയോട് പറയുകയുണ്ടായി. അവർക്ക് തന്നെ പറയേണ്ടി വരികയാണ്. അതിപ്പോൾ അവർക്ക് അലോസരായിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവസാനിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് ഗവേഷണപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തികൾ നമുക്ക് ശക്തിയായിട്ട് എതിരാണ്. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവില്ല. ആശയപ്പെടുന്നത് പ്രധാനപ്പെട്ട ഘടകം തന്നെ. പത്രം എഴുതിയല്ലോ, TV-യിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സത്യം ഉണ്ടെന്നാണ്. ഒരു സത്യമില്ല. ശുദ്ധ കളവ് അവതരിപ്പിക്കുക. ആ കളവ് അവതരിപ്പിക്കുന്നതിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി വിവിധങ്ങളായ പൊതു കഥകളിൽ ഒപ്പം ചേർക്കുക. സാമ്രാജ്യത്വ മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമ മൂലധനമാണ് ഇവിടെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ടിയല്ല, തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയല്ല, ജനാധിപത്യ ശക്തികൾക്ക് വേണ്ടിയല്ല. ധനമൂലധന ശക്തിയുടെ മൂലധനം അത് ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കുക മാത്രമല്ല,
ആ വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടുകൾക്ക് ഇന്ത്യൻ സമൂഹത്തിലും കേരളീയ സമൂഹത്തിലും മുൻകൈ ലഭിക്കുക എന്ന ദാർശനിക അതുപോലെ നയപരമായ ലക്ഷ്യം കൂടി ഈ മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ വാർത്ത കൊടുക്കുകയല്ല, വാർത്ത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പത്രം കാണുമ്പോൾ, TV കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. അവർ ഉത്പാദിപ്പിക്കുന്നതാണ്, അവരുണ്ടാക്കുന്നതാണ്. അത് ഈ നാട്ടിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് എതിരായിട്ടാണ്. എല്ലാ അപവാദ പ്രചരണങ്ങളും നടത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് പ്രതിരോധിക്കാം. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നോട്ടേക്ക് പോകണം. ഏറ്റവും വലിയ അപകടം നമുക്കെല്ലാം പറയുന്നത് പോലെ BJP ആണ്. ഞാൻ ഇതെല്ലാം പറഞ്ഞാൽ പിന്നെ ഇനി എങ്ങനെയാണ് നമുക്ക് BJP താഴെ ഇറക്കാനാവുക എന്നുള്ള ചോദ്യം നിങ്ങൾ മനസ്സിലുണ്ടാവും. അതിനൊരു കുഴപ്പമില്ല. നിതീഷിനെ പോലെ 9ാമത് കാര്യമായിട്ടുള്ള ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട. മധ്യപ്രദേശിൽ പ്രകടനം നടത്താൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് കമൽനാഥ് പറഞ്ഞു ഇവിടെ പ്രകടനം നടത്തണ്ട. ആ പ്രകടനം നടന്നില്ല. അത് കോൺഗ്രസ് പാറ്റ്നയിൽ പ്രകടനം നടത്താൻ തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു. ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ പോയി. കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായി, CPM നേതാക്കന്മാരുണ്ടായി, CPI നേതാക്കന്മാരുണ്ടായി. എല്ലാവരും പോയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന റാലി പാറ്റ്നയിൽ കണ്ടു. അതൊരു മഹാസംഭവമായിട്ട് മാറി. പ്രായോഗിക തലത്തിൽ BJPയെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരുമെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സാമ്പിളാണ് പാറ്റ്ന സമ്മേളനം. അവിടെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നയം, BJP വിരുദ്ധ വോട്ടുകൾ ഓരോ സംസ്ഥാനത്തിലും ചിഹ്ന ഭിന്നമാകരുത്. BJP വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായിട്ട് ഒന്നിച്ച് ഏത് മണ്ഡലം ഏത് സ്ഥാനാർത്ഥി എന്ന് കണ്ടു കൊടുക്കണം. അങ്ങനെ വന്നാൽ 37% വോട്ട് മാത്രമുള്ള BJP 2 ടേം ഭരിച്ചു. 37% വോട്ട്, 63% വോട്ടുള്ളവർ പുറത്താണ്. ഈ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുത്ത് ആ ഓരോ സംസ്ഥാനത്തിലെ ഓരോ മണ്ഡലത്തെയും കൃത്യമായിട്ട് അവതരിച്ച് BJP വിരുദ്ധ വോട്ടുകൾ ഒന്നും ചോർന്നു പോവാതെ ചിഹ്ന ഭിന്നമാവാതെ ഒരേ സ്ഥാനാർത്ഥിക്ക് കൃത്യമായിട്ട് നൽകുമെന്ന് വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ ഇന്ത്യയിൽ BJPയെ തോൽപ്പിക്കാൻ നമുക്കാവും. അതേതെങ്കിലും ഒരു പാർട്ടിയല്ല. ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വരുമ്പോഴാണ്, സംസ്ഥാനങ്ങൾ യൂണിറ്റായി എടുത്താലാണ് നമുക്ക് ആ ചരിത്രപരമായ കടമ നിർവഹിക്കാനാവുക. അത് നിർവഹിക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെ അതിന്റെ അന്ത്യം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് BJP. ഇതൊരു ബദൽ സംവിധാനമാണ്. ഈ ബദൽ സംവിധാനം മുന്നോട്ടേക്ക് പോയിക്കൂടാ. ഈ കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ഗുണമേന്മയുള്ളതാക്കി മാറ്റുക, അതിനെയും കൂടുതൽ മെച്ചപ്പെടുത്തുക, ആ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കേരളത്തെ അനുവദിച്ചുകൂടാ. അതാണ് സാമ്പത്തിക ഉപരോധം. നമുക്ക് തരേണ്ട 1,07,500 കോടി രൂപ തന്നിട്ടില്ല. ഇക്കൊല്ലം തരേണ്ടുന്ന ഏതാണ്ട് 5,760 കോടി രൂപ തന്നിട്ടില്ല. ഇന്നിപ്പോഴേ സുപ്രീം കോടതി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ച നടത്തണമെന്ന് മാത്രമല്ല പറഞ്ഞത്, കേരളം മുന്നോട്ടേക്ക് വെച്ച ചില കാര്യങ്ങൾ അതേപോലെ തന്നെ അംഗീകരിച്ച് നിലപാട് സ്വീകരിക്കണമെന്നും കോടതിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഇന്നത്തെ വൈകുന്നേരത്തെ ചർച്ചയോടുകൂടി നിങ്ങൾ കേസ് പിൻവലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തരാനുള്ള പണം പോലും തരുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തിയ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന് കൃത്യമായി കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരുന്നത് സുപ്രീം കോടതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ തലസ്ഥാന പട്ടണമായ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും മാത്രമേ പറയുന്നു. വലിയ വിശദാംശങ്ങൾ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പം, ശമ്പളം കിട്ടിയില്ല എന്ന ജീവനക്കാർ പ്രശ്നം. ആന്റണിയുടെ കാലത്ത് പറഞ്ഞത് ഈ മാഷന്മാരൊന്നും പണിയെടുക്കുന്നില്ല. ഒരു 154 ദിവസം പണിയെടുത്തിട്ട് 365 ദിവസത്തെ ശമ്പളം വാങ്ങുകയാണ്. ഓർമ്മയുണ്ടാവും. തന്നെയാണ് പറഞ്ഞത്. 230 ദിവസം പണിയെടുത്തിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ക്ലർക്കുമാർ അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും 365 ദിവസത്തെ ശമ്പളം വാങ്ങുകയാണ്. ഈ ശമ്പളമാണ് കേരളത്തിലെ ഖജനാവിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു ആലോചിക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവാണ് കെന്നഡി. അന്ന് തന്നെ ഇറക്കിയ ഒരു ഉത്തരവിൽ പറഞ്ഞത് ഫെബ്രുവരി മാസത്തെ ശമ്പളം മാർച്ച് 15 തീയതി കിട്ടുമെന്നാണ് ഒരു ഓർഡറായിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് അന്നത്തെ ഒരു സാമ്പത്തിക പ്രശ്നം. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല കൃത്യമായിട്ട്. എന്തേ കിട്ടാത്തത്? കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട 57,000 കോടിയും 6,700 കോടി രൂപ കൃഷിയായിട്ടുള്ളത് 2 കോടി കിട്ടിയാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ കൊടുക്കാൻ അനുവദിക്കില്ല എന്നാണ്. DA കൊടുക്കാനാവുന്നില്ല. എന്താ കൊടുക്കാൻ പറ്റാത്തത്? ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. പൈസ കിട്ടിയാൽ അപ്പം തന്നെ കൊടുക്കാം. അത് എന്നാലും വിചാരിക്കും. കുടുംബിനിമാർക്ക് നമ്മൾ പറഞ്ഞ പോലെ പ്രാവശ്യം നമ്മൾ പെൻഷൻ കൊടുക്കും. ഇപ്പോൾ കൊടുക്കാനാവുന്നില്ല. ക്ഷേമ പെൻഷൻ തന്നെ 1,600 2,500 ആക്കും എന്ന് പറയാൻ പറ്റുന്നില്ല. പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തും അതിന്റെ ഭാഗമായി കഴിഞ്ഞ 7 കൊല്ലവും ശക്തിയായിട്ട് നിലപാട് സ്വീകരിച്ചതാണ്. ഇപ്പോൾ എന്താ കാര്യം? സാമ്പത്തിക പ്രശ്നം തന്നെ. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. സംസ്ഥാന ട്രഷറിയുടെ മുമ്പിലേക്ക് ജാഥ പോകുന്ന UDFന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ രാജ്ഭവനിലേക്കാണ് മാർച്ച് ചെയ്യേണ്ടത്. അവിടെയാണ് എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കുന്നത്. ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ ജനകീയ പ്രതിരോധമായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ മാറ്റാനാവണം. അപ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഈ കേരളത്തിന് ഒരു ബദൽ സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ടേക്ക് പോകാനാവുക. കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഈ 18 MP മാരിപ്പുണ്ട്. കേരള കോൺഗ്രസ് നമ്മൾ ചേർന്നപ്പോൾ നമുക്ക് 18 MP മാരിപ്പെട്ട് ഈ MP ആരെങ്കിലും കേരളത്തിന് വേണ്ടി ശ്രദ്ധിച്ചോ? വായ തുറന്നാൽ കേരളത്തിനെതിരല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് അക്ഷരം പറയാനുണ്ടോ? RSSന്റെ BJPയുടെ കടന്നാക്രമങ്ങൾ ഈ ഇന്ത്യ മുഴുവൻ അഭിമുഖീകരിക്കുമ്പോൾ അതിനെതിരായിട്ട് അതിശക്തിയായ പ്രചരണം, അതിശക്തിയായ നിലപാട് UDF തീരുമാനിച്ചോ? UDFന്റെ MP മാരെടുത്തോ? ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ട് സുധാകരൻ 2 കൊല്ലമാണ് എനിക്ക് മണ്ഡലം നോക്കാൻ പറ്റും. 2 കൊല്ലമല്ല 5 കൊല്ലമായിട്ട് മണ്ഡലം നോക്കിയിട്ടില്ല. ഇവരാരും നോക്കിയില്ല. ഒരാളും നോക്കിയിട്ടില്ല. ഇവരെല്ലാം MP മാരാകുക, അങ്ങോട്ട് പോകുക, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുക. മറിച്ച് ഈ നാടെന്തായിരുന്നു, മതനിരപേക്ഷതയോടുള്ള ഇവരുടെ സമീപനം എന്തായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഈ 18 MP മാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ അനുഭവം. കേരളത്തിന് വേണ്ടി യോജിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരെ കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചു, അതുപോലെ തന്നെ VD സതീശനെയും വിളിച്ചു. നമുക്ക് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാം, അന്വേഷിച്ച് പറയാം. ഇതിന് വേണ്ടില്ല. കോൺഗ്രസിന്റെ സംസ്ഥാന ഗവൺമെന്റായ കർണാടക ഗവൺമെന്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ MLA മാരുൾപ്പെടെ നമ്മൾ സമരം നടത്തുന്ന 8-ാം തീയതി ഫെബ്രുവരി 8-ന് മുമ്പ് അവിടെ പോയി. അത് 7-ാം തീയതിയാണ്, ആരും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ പോയി. നമ്മൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ക്ഷണിച്ചു. കാരണം ഇന്ത്യ സംവിധാനത്തിന്റെ ഭാഗമാണല്ലോ. ഡൽഹി മുഖ്യമന്ത്രി പങ്കെടുത്തു, പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുത്തു, തമിഴ്നാട് മുഖ്യമന്ത്രി IT മന്ത്രിയെ തന്നെ പങ്കെടുപ്പിക്കാൻ അനുവദിച്ചു. ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തു. ഇന്ത്യയുടെ ഒരു പരിച്ഛേദം പോലെ ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ മുൻകൈയിലേക്ക് ഈ ഇടതുപക്ഷ ബദലിന് അതിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭ ഉൾപ്പെടെയുള്ള സമരത്തിന് ഒരു ദേശീയ ശ്രദ്ധ കിട്ടി. എന്നിട്ട് സുപ്രീം കോടതിയിലും പോയി.
സുപ്രീം കോടതി കേസ് പരിഗണിച്ചു. എന്നിട്ട് വീണ്ടും ചർച്ച ചെയ്യാൻ പറഞ്ഞു. ഓൺലൈൻ സംവിധാനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യാം എന്ന് കേരള ഗവൺമെന്റ് സമ്മതിച്ചു. ആ ചർച്ച എന്തായി എന്നുള്ളത് എന്റെ മുമ്പിൽ ഇപ്പോൾ അറിയുന്നതല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളം എല്ലാ തരങ്ങളിലും നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ നിലനിൽപ്പ് അടിസ്ഥാനപ്പെടുത്തിയുമെല്ലാം വലിയ പോരാട്ടങ്ങളിലേക്ക് സമരങ്ങളിലേക്ക് പോകുന്ന നിലപാട് തന്നെയാണ്. ഒരു വികസന പ്രവർത്തനവും മരവിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വികസനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് നിങ്ങളുടെ നിലപാട് സ്വീകരിച്ചിട്ടും ഈ കേരളത്തിലെ ഗവൺമെന്റ് 900 പദ്ധതികൾ ഈ കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ തീരുമാനിച്ചതിൽ ഒന്നിൽ നിന്ന് പോലും പിന്തിരിയാതെ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി രൂപപ്പെടുത്തുക എന്ന പ്രക്രിയയിൽ നിന്ന് ഞങ്ങൾ പിന്തിരിഞ്ഞിട്ടില്ല. ഈ കേരളം പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നുമില്ല. വളരെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് പോകും. പട്ടിണിയില്ലാത്തൊരു നാടായിട്ട് ഈ കേരളത്തെ മാറ്റും. അതിനെതിരായ 64,006 കുടുംബം ഉണ്ടായിരുന്നു. 30,000-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ദാരിദ്ര്യം മോചനം കിട്ടി. ഈ കൊല്ലം അവസാനിക്കുമ്പോഴേക്ക് അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റും. ഈ പ്രതിസന്ധിയിലും അതാണ് എല്ലാവർക്കും ഭൂമിയില്ലാത്ത ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ ഉണ്ടാവരുത് എന്നാണ്. വിദ്യാഭ്യാസം ഏതറ്റം വരെയും പോകാനുള്ള സൗകര്യം, ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കൂടാരമായിട്ട് ഈ കേരളത്തെ ഉൾക്കൊള്ളാനാവും. അങ്ങനെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം വ്യാവസായിക മേഖല ഉൾപ്പെടെ എല്ലാറ്റിന്റെയും ഭാഗമായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1,40,000 സംരംഭങ്ങളാണ് ഒറ്റ കൊല്ലം. 2.5 ലക്ഷത്തോളമാണ് ഈ 3 കൊല്ലം കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള സംരംഭം. 5 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ജോലി കൊടുക്കാനായത്. 16,000 കോടി രൂപയാണ് സംരംഭത്തിന്റെ ഭാഗമായിട്ട് മൂലധന നിക്ഷേപം വന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കണം. കേരളത്തെ ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയായി രൂപപ്പെടുത്തണം. അതുവഴി ഈ ലോകത്തിന്റെ മുമ്പിൽ വികസിത രാജ്യത്തിന്റെ ഒപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ ഒരു നവകേരളം വേണം. ആ നവകേരളത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപാടാണ് ഇപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഞങ്ങളെല്ലാം തന്നെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വി വസീഫിന് അരിവാഴ്ച നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഒരു പുതിയ ചരിത്രം 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ സഖാവ് ടി.കെ. ഹംസ ശരിയായ രീതിയിൽ സ്ഥാപിച്ച ആ ലക്ഷ്യത്തിലേക്ക് നമുക്കെത്താനാവണം. അതിനുവേണ്ടിയുള്ള ഉജ്ജ്വലമായ പ്രവർത്തനത്തിലേക്ക് നിങ്ങളെല്ലാം മുഴുകണം. അതിനുവേണ്ടിയുള്ള സംഘടക സമിതി രൂപീകരണ സമ്മേളനം